മീറ്റ് റിപ്പോർട്ടേഴ്സ് ഇനി പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പന്തളത്ത് കടയുടമയ്ക്ക് നേരെ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം. കടയുടമ പന്തളം സ്വദേശി ശ്രീകാന്തിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കഴിച്ച ഭക്ഷണത്തിന്റെ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. ഒരുത്തിനിടയിൽ വന്ന് എൻ്റെ നെഞ്ചത്തടിച്ച് നെഞ്ചിത്തടിച്ച് വേച്ച് പുറയിലൂടെ വീഴുകയും അവിടെ ഈ നാരങ്ങ വെള്ളം കൊടുക്കുന്ന ഈ ഗ്ലാസ് ഉണ്ട്, കുപ്പി ഗ്ലാസ്, വണ്ണ വെള്ളപ്പിടികളിൽ, അത് വെച്ച് എൻ്റെ നെറ്റിക്ക് ആദ്യം അടിക്കുന്നത്. നെറ്റിക്ക് അടിച്ച് ഞാൻ താഴെ വീഴുന്നു. വേറൊരുത്തം കയറി കുടിക്കുന്ന വെള്ളത്തിൻ്റെ ജഗ് എടുത്തിട്ട് എൻ്റെ പുറയിൽ, അതുകൂടാതെ ഒരു ചെടിച്ചട്ടി വെളിയിൽ ഫ്രണ്ടിരിക്കുന്നത് അതെടുത്ത് എൻ്റെ പുറത്തോട്ട്. അപ്പോൾ തന്നെ അപ്പം ബാക്കിയുള്ളവന്മാർ കയറി കടയിലെ പല സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുക. ശ്രീരാജ് ബാബു ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീരാജ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് ഉണ്ടായത്? സംഗീത, ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. പന്തളത്തെ തട്ടുകടയിലേക്ക് 4-അംഗ സംഘം ആദ്യം എത്തുന്നു. തുടർന്ന് ഇവർ അവിടെ നിന്നും ഭക്ഷണം കഴിക്കുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഭക്ഷണം കഴിച്ച് പോകാൻ നേരം പണം പൂർണ്ണമായും നൽകിയില്ല. ഇത് ചോദ്യം ചെയ്ത ജീവനക്കാരെ ഇവർ ആദ്യം മർദ്ദിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ജീവനക്കാർ ഈ കട ഉടമയായ ശ്രീകാന്തിനെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ ശ്രീകാന്ത് വന്ന് ഇത് ചോദ്യം ചെയ്യുകയും പണം പൂർണ്ണമായും നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടെ ഈ സംഘം ശ്രീകാന്തിനെ മർദ്ദിക്കുകയായിരുന്നു. കടയിലെ കുപ്പി ഗ്ലാസ് അടക്കം ഈ ശ്രീകാന്തിൻ്റെ തലയിൽ അടിച്ചുകൊണ്ടായിരുന്നു ഇവർ ആക്രമണം നടത്തിയത്. അതുപോലെ തന്നെ ചെടിച്ചട്ടികളും സ്റ്റീൽ മഗ്ഗും ഉപയോഗിച്ചും ഈ ശ്രീകാന്തിനെ ആക്രമിച്ചു എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. എന്തായാലും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ശ്രീകാന്തിനെ ജീവനക്കാർ തന്നെ, കടയിലെ ജീവനക്കാരും നാട്ടുകാരും തന്നെ ഉടൻ തന്നെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തലയിൽ 21 സ്റ്റിച്ചാണ് ശ്രീകാന്തിനുള്ളത്. തലയിലെ ഗുരുതരമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ സംഭവത്തിന് ശേഷവും വീണ്ടും ശരീരമാസകലം വേദന അനുഭവപ്പെട്ടതോടുകൂടി തന്നെയാണ് ശ്രീകാന്ത് വീണ്ടും ആശുപത്രിയിൽ എത്തിയത്. അങ്ങനെ എന്തായാലും ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പന്തളം പോലീസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. പന്തളം പോലീസ് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് ഈ പ്രതികളിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ്. പന്തളം പോലീസ് പറയുന്നത് സ്ഥിരമായി ഇത്തരത്തിലുള്ള സംഘർഷം നടത്തുന്ന ഒരു സംഘത്തിൽപ്പെട്ട ചെറുപ്പക്കാർ തന്നെയാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും വളരെ വേഗം ഈ പ്രതികളിലേക്ക് എത്താൻ തന്നെയാണ് നിലവിൽ പോലീസ് എത്തുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. സംഗീത, ശരി. ശ്രീരാജ് ബാബുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.